Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ്, what is your current situation and what's the message for you? Let's see what you need to hear right now. ഓക്കെ, സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു സമയം ഈ വീഡിയോ കാണുന്ന പല ആളുകളും കേൾക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, എപ്പോഴും ലൈഫിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പെക്ട് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്യുന്നതിന് പകരം എല്ലാം ഈസി ആയിട്ട് നടക്കുക, എല്ലാം സന്തോഷമായിട്ട് തന്നെ നടക്കുക, എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെ നടക്കുക എന്ന് ആഗ്രഹിക്കുന്നതിന് അല്ലെങ്കിൽ എന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്കത് സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു മെന്റൽ പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ അത് വളരെ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ അത് ഡീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ ഈ ഒരു സമയം ഉണ്ടാക്കിയെടുക്കേണ്ടത്. സോ ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളും സർപ്രൈസിംഗ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും, അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ചില സമയത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ വലിയ പ്രോബ്ലംസിലേക്ക് വരികയാണെന്നുള്ളത്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചാലേ നമ്മുടെ ലൈഫിൽ അതിന്റെ ഒരു അർത്ഥത്തിലേക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ഒരു പേർപ്പസിലേക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടേക്ക് എ ഡീപ് ബ്രെത്ത്. എന്നിട്ട് നിങ്ങൾ പറയേണ്ടത്, ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള എല്ലാ മാനസികപരമായിട്ടുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. എല്ലാം നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സിലൂടെ ആയിരിക്കും ആളുകൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലൂടെ പോകുന്നുണ്ടായിരിക്കാം, ഓർ നിങ്ങൾക്ക് ഇതുപോലത്തെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ബ്രേക്കപ്പ് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, ജോബിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കാം, ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്ന ചില സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ ചില ആളുകൾക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചില ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ വിഷമായിട്ട് നിങ്ങൾ എടുക്കുന്ന ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ഒന്നോ ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അതിന് എന്തൊക്കെയോ ഒരു റീസൺ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, ചില വീഴ്ചകൾ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് മേ ബി നമ്മളെ ചില പ്ലേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ആൻഡ് എക്സാക്ട്ലി ഈ സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചില കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും സ്വതന്ത്രമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു ടൈം വരെ നിങ്ങളുടെ പാരന്റ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങളൊരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു ഫേസിലേക്കായിരിക്കാം നിങ്ങൾ വരുന്നുണ്ടായിരിക്കും. ചില ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിന്റെ പല പല ഏരിയാസിലൊക്കെ ആയിട്ട് ചില റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അത് ഫാമിലിയിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഫൈനാൻഷ്യലി ആയിരിക്കാം, ചില ആളുകൾക്ക് അത് പഠനപരമായിട്ടുമായിരിക്കാം. സോ അതിന്റെ ഒരു ത്രില്ലാണ് നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യേണ്ടത്. സോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാനത് ആദ്യമായിട്ട് ചെയ്യാൻ, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അതൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടോ എടുക്കാതെ കുറച്ചുകൂടി ഒരു ത്രില്ലായിട്ട് നിങ്ങൾ ലൈഫിൽ എടുക്കുക. എന്ത് സിറ്റുവേഷൻ, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ചില ആളുകൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അറിയുന്ന ചില കാര്യങ്ങള്, സോ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരിക്കണം മാനസികപരമായിട്ട്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം മേ ബി പോകുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു സിറ്റുവേഷൻ വലിയ പേഴ്സണലി എടുക്കാതിരിക്കുക, വലിയ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മെസ്സേജ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചില ആഗ്രഹങ്ങളിലേക്കാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ സംഭവിക്കുന്ന സമയത്ത്, ഈവൻ ലൈക്ക് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും പതുക്കെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് വരും, അല്ലെ? സോ ചില കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല, എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേറെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ലൈഫിൽ ഈ ഒരു സമയത്ത് എന്താണ് സംഭവിക്കാത്തത്, എന്താണോ നിങ്ങൾക്ക് നോക്കാൻ ആഗ്രഹമില്ലാത്ത ചില കാര്യങ്ങള്, ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുക. ഇൻസ്റ്റീഡ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ക്വാളിറ്റിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്, കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന, നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്, നിലനിൽക്കുന്ന കാര്യങ്ങള്, അതൊക്കെയാണ് നിങ്ങൾ ലൈഫിലേക്ക് ഈ ഒരു സമയത്ത് അട്രാക്ട് ചെയ്യേണ്ടത്. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എക്സാക്ട്ലി
ഓക്കെ. സോ ചില കാര്യത്തിൽ നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ടാവണം, ചില കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു സമയത്ത് അത് സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നാളെ അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷെ നിങ്ങളായിട്ട് ഒരുപാട് പ്രഷർ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് ചില ക്വാളിറ്റി ഉള്ള കാര്യത്തിലേക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ജോബ് ആയിരിക്കാം, നിങ്ങളുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എഗെയിൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ ചെയ്യാണ്. സോ അത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ മിക്ക ആളുകളും നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഗ്രോത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നുണ്ടായിരിക്കാം. ലൈഫിന്റെ പല ഏരിയാസിലായിരിക്കാം, ജോബിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല, ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ചില ഗ്രോത്ത് നിങ്ങൾക്ക് സംഭവിക്കേണ്ടതായിട്ടുണ്ട്, ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് നിങ്ങൾ പല രീതിയിലും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ടൈം എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അലസതയോട് കൂടിയിട്ട് എടുത്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടൊക്കെ എൻഗേജ്ഡ് ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഒരു സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു. പല കാര്യത്തിലൊക്കെ നിങ്ങൾ പുതുതായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പോവാണ്. പല ആളുകൾ നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ചെയ്യുന്നുണ്ട്, പല സൗഹൃദങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ കോളേജിലോ അല്ലെങ്കിൽ പുതിയ പ്ലേസിലൊക്കെ പോയിട്ട് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, പുതിയ വർക്ക് പ്ലേസിൽ നിന്ന് സൗഹൃദങ്ങൾ ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില ആളുകൾ നിങ്ങൾക്ക് ലെസൺ ആയിട്ടും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ലോക കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാനും, അതായത് ഇങ്ങനത്തെ ആളുകളുണ്ട്, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളും ഇവിടെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിഷമായിരിക്കാം, ബട്ട് സ്റ്റിൽ ഓക്കെ, നമുക്ക് ചില കാര്യങ്ങൾ സംഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പെരുമാറാം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം, ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാം, അല്ലെ? സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ചില ആളുകൾ ഓൾറെഡി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വലിയൊരു ചലഞ്ച് ആയിട്ടല്ല എടുക്കേണ്ടത്. നിങ്ങൾക്കതൊരു പുതിയൊരു ലേണിംഗ് ആയിട്ടും ഒരു പുതിയൊരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സമാധാനമായിട്ട് പോസിറ്റീവ് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കുക, പീസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഈവൻ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ മെന്റലി ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അനുഭവങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ആക്കുന്നുണ്ട്, പുതിയ പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ആൻഡ് മെയിൻലി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര കാലമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, നിങ്ങളെ ലിമിറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് അത് നിങ്ങൾ ഒരുപാട് പല രീതിയിലും ലിമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. അത് പ്രോബബ്ലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ഇതാണ് ലോകം, ഇതാണ് ഇത്രയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, എങ്ങനത്തെയും സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ചില അനുഭവങ്ങൾ എന്റെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് സി, അതാണ് നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഓക്കെ, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നിങ്ങൾക്ക് ആ ഒരു കരേജ് അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നിങ്ങൾക്ക് കൊണ്ട് പറ്റില്ല, നിങ്ങൾ പേടിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ വലിയ വീക്കായിട്ട് നിങ്ങൾ തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് എത്രമാത്രം നിങ്ങൾക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ലൈഫിലെ ചില സിറ്റുവേഷൻ എത്രമാത്രം ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. എപ്പോഴും എന്റെ ലൈഫിൽ സന്തോഷം മാത്രം. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കണം, നമ്മൾ അത് മാറ്റി നിർത്തുക എന്നുള്ളതല്ല. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ സെൽഫായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈഫിൽ എന്ത് പ്രോബ്ലം, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ സന്തോഷമായിട്ടുള്ള, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ ലൈഫിൽ ഇതുപോലത്തെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങള് നമ്മള് അട്രാക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ടല്ല ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം, അല്ലെ? അത് നമ്മുടെ ലൈഫിലേക്ക് വരാം. സോ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. സോ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചാലേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും, നമുക്ക് അതിലേക്ക് എത്താനും സാധിക്കുള്ളൂ. ഓക്കെ, സോ ലൈഫിൽ
അതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളും ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു കരുത്ത് എനിക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സെൽഫായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ അത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അത് എന്നെ ലീഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ആക്ച്വലി അത് എടുക്കേണ്ടത്. നിങ്ങൾ സെൽഫായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുക. കാരണം നിങ്ങളുടെ കംപ്ലീറ്റ് ഒരു കംഫർട്ട് സോൺ, അതുവരെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാണ് ടു എക്സ്പാൻഡ് യുവർ സോൾ, യുവർ എക്സ്പീരിയൻസ്. ഓൾറൈറ്റ്, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.